ഗാസയിൽ അവശേഷിക്കുന്ന അനാഥരായിട്ടുള്ള കുട്ടികളും വൃദ്ധരും സ്ത്രീകളും, അതായത് ആ മനുഷ്യര് അവർക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു സ്ഥലത്തിന്റെ ഏകദേശം 30 അല്ലെങ്കിൽ 40% ഇടത്തേക്ക് മാത്രം ചുരുക്കപ്പെടാൻ പോവുകയാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഗാസ എന്ന് പറയുന്നത് അത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഓപ്പൺ ജയിലാണെന്ന് വേണമെങ്കിൽ പറയാം, ഇസ്രായേലിന്റെ. അപ്പോ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ മാതാപിതാക്കള് നഷ്ടപ്പെട്ടുള്ള കുട്ടികളുണ്ട്, അതേപോലെ തന്നെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടിട്ടുള്ള സ്ത്രീകളുണ്ട്, ഭാര്യമാര് നഷ്ടപ്പെട്ടുള്ള പുരുഷന്മാരുണ്ട്, മക്കളെ നഷ്ടപ്പെട്ടിട്ടുള്ള മാതാപിതാക്കളുണ്ട്. ഇത് ഒരു വല്ലാത്ത സമൂഹമായിട്ട് മാറിയിട്ടുണ്ട്. ആ സമൂഹം ഇനി ഇപ്പൊ ഉള്ള അവരുടെ ആ സ്ഥലത്തിന്റെ ഒരു 30% അല്ലെങ്കിൽ 40% അടുത്തേക്ക് ചുരുക്കാൻ പോവാണെന്നുള്ളതാണ്. ഏകദേശം 41 കിലോമീറ്റർ നീളവും 12 മുതൽ 6 കിലോമീറ്റർ വരെ വീതിയും മാത്രമുള്ള ഒരു സ്ഥലം നമ്മുടെ നാട്ടിലൊക്കെ ഒരു ജില്ലയുടെ വലുപ്പം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അത്രയും ചെറിയൊരു സ്ഥലമാണത്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, കഴിഞ്ഞ ദിവസം അധിനിവേശ വെസ്റ്റ് ബാങ്കില് നെതന്യാഹുവിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് നെതന്യാഹു പറഞ്ഞത്, ഈ ഗാസന്റെ 70% ഞങ്ങൾ പിടിച്ചടക്കും, അല്ലെങ്കിൽ ഗാസയില് ഇസ്രായേൽ സൈന്യത്തിന്റെ സാന്നിധ്യം, അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ കൺട്രോൾ 70% സ്ഥലം ഇസ്രായേൽ സൈന്യത്തിന്റെ കൺട്രോളിലോട്ട് കൊണ്ടുവരും എന്നുള്ളതാണ്. 50% നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്, അത് നമ്മൾ 60% ഇനി ഘട്ടം ഘട്ടമായി നമ്മളത് 70%-ത്തിലേക്ക് കൊണ്ടുവരണം എന്നാ പറയുന്നത്. അതായത് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന സമയത്ത് ഇസ്രായേൽ എല്ലാ കാലത്തും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അത് യെല്ലോ ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ലൈൻ വരയ്ക്കും. എന്നിട്ട് ആ ലൈനിന്റെ പുറത്തോട്ട് ഈ ഇസ്രായേൽ സൈന്യം പിന്മാറുകയും, എല്ലാ ദിവസവും പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ മുള കൊണ്ടുണ്ടായിരുന്ന വേലിയാണല്ലോ, ഈ വേലി ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ച് ഇങ്ങനെ മുന്നോട്ട് നീക്കി 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 കൊണ്ടുപോവാം, അതിർത്തികൾ മാറ്റി വരയ്ക്കാം. ഇതേപോലെ ഇസ്രായേൽ ഇടയ്ക്കിടയ്ക്ക് യെല്ലോ ലൈൻ മാറ്റി വരച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇതേ പരിപാടി അവരിപ്പോ ലെബനോനിലും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ യെല്ലോ ലൈൻ ഇപ്പോ മറികടന്ന് അതിനെ 70%, ഗാസയുടെ 70% പിടിച്ചടക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ശ്രമിക്കുന്നത്. ഓൾറെഡി ഇപ്പൊ അവിടെ സീസ് ഫയർ നിലനിൽക്കുന്നുണ്ട്. 900 മനുഷ്യരാണ് ഈ സീസ് ഫയർ നിലനിൽക്കുന്ന കാലഘട്ടത്തിലും അവിടെ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പൊ എന്ത് സീസ് ഫയറാ? സീസ് ഫയർ എന്ന് പറയുന്നത് പേപ്പറിൽ മാത്രമേ ഉള്ളൂ. വെടിയുതിർക്കുന്ന തോക്കുകൾക്കോ അല്ലെങ്കിൽ മിസൈൽ അയക്കുന്ന വിമാനങ്ങൾക്കോ മിസൈൽ ലോഞ്ചറുകൾക്കോ ഒന്നും എന്തില്ല, വെടിനിർത്തലില്ല. അവർക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല. വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം 900 പേര് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും കുട്ടികൾ നടന്നു പോകുന്ന അല്ലെ സ്കൂളിലോട്ട് പോകുന്ന വഴികളില് പിറ്റേ ദിവസം രാവിലെ ചെന്ന് നോക്കുമ്പോൾ മുൾവേലി ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ കയോട്ടിക് ആണ് ബേസിക്കലി അവിടുത്തെ സിറ്റുവേഷൻ എന്നാ പറയുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം കൊണ്ട് നെതന്യാഹു വരുന്നത്. ഇസ്രായേൽ സൈന്യത്തിന്റെയോ ഇസ്രായേലിന്റെയോ അണ്ടർ കൺട്രോളിലുള്ള സ്ഥലത്ത് അവിടെയുള്ള ജനങ്ങൾക്ക് അവരുടെ അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അവരുടെ മക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും, അവരുടെ ഭാര്യമാർ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും, അതേപോലെ തന്നെ മാതാപിതാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ അഭിമാനം അവരിപ്പോഴും പണയം വെച്ചിട്ടില്ല, ആരുടെയും മുന്നിൽ അവരിപ്പോഴും അടിയറവ് വെച്ചിട്ടില്ല എന്നുള്ളതാണ്. വല്ലാത്ത ഡിറ്റർമിനേഷൻ ഉള്ള ഒരു സമൂഹമാണ് അവര്. അപ്പൊ ആ സമൂഹത്തിനെ വീണ്ടും പരീക്ഷണങ്ങൾ കൊണ്ട് നേരിടാൻ പോകണം എന്നുള്ളതാണ്. അടുത്തതായിട്ട് 70%-ത്തിലേക്ക് എത്തിക്കുക. ഇതിന്റെ വേറൊരു വെർഷൻ, യഥാർത്ഥത്തിൽ ഇതിന്റെ വേറൊരു വെർഷൻ നടത്തുക എന്നുള്ളതായിരുന്നു ലെബനോനിൽ ഉദ്ദേശം. പക്ഷെ ലെബനോനില് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ഇപ്പൊ കുറച്ച് കൈ പൊള്ളിയിരിക്കുക. കാരണം ഇന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടിനകത്ത് അവരുടെ ഒരു വനിതാ IDF കാരി അല്ലെങ്കിൽ ഒരു വനിതാ പട്ടാളക്കാരി കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ ഈ പറയുന്ന FPV ഡ്രോൺ ആക്രമണത്തില്. മാത്രമല്ല ധാരാളം വീഡിയോസ് പുറത്തു വരുന്നുണ്ട്. ഇവര് ഡയപ്പർ ടീം ഇട്ട് സാധനങ്ങൾ ഇട്ട് ഓടുന്നതും ഇവന്മാരെ മൂട്ടിലിട്ട് പൊട്ടിക്കുന്നൊക്കെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പൊ ഇത്തരം വയലൻസ് കാണുമ്പോ സന്തോഷിക്കാൻ പാടില്ല. വയലൻസ് കാണുന്ന സമയത്ത് നമുക്ക് ഒരു തരത്തിലുള്ള അഡ്രിനാലിൻ റഷ് ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ലോകത്തോട് ക്രൂരത കാണിക്കുന്ന മനുഷ്യർക്ക് ഇങ്ങനെ കാണുമ്പോ എന്തോ ഒരു ഫീലാണ് അത് കാണുന്ന സമയത്ത്. സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അത് കാണുന്ന സമയത്ത് സന്തോഷിക്കാനില്ല, ഒന്നുമില്ല. പക്ഷെ ഒരു റീജിയൻ, അവിടെ ഒരു റീജിയൻ, ആ റീജിയനിൽ ജീവിക്കുന്ന മറ്റു മനുഷ്യരായിട്ടേ കാണുന്നില്ല.
മൃഗങ്ങളെ പോലെ കാണാൻ പെരുമാറുകയും ചെയ്യാന്നുള്ളതാണ്. അതായത് ഹിറ്റ്ലറിന്റെ കാലത്ത് ഇവർ അനുഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സമാനതകളില്ലാത്ത നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത അത്രയും സമാനതകളില്ലാത്ത ക്രൂരതയാണ് യഥാർത്ഥത്തില് ഈ ജൂതന്മാര് ഹിറ്റ്ലറിന്റെ കാലത്ത് അനുഭവിച്ചിട്ടുള്ളേ. ഈ ഓട്സ്വിച്ചിലൊക്കെയുള്ള ഗ്യാസ് ചേംബറുകളും അവിടുത്തെ ബാക്കി റിമൈനിങ്സും അവരുടെ ഷൂസും അവിടുന്ന് പുറത്തു വന്നുള്ള ഫോട്ടോസ് ഒക്കെ കാണുന്ന സമയത്ത് ഇവരെ മനുഷ്യരായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ ജർമ്മൻസ് എന്ന് തോന്നിപ്പോ. അപ്പൊ ചരിത്രത്തില് അത്രയും ക്രൂരത അനുഭവിച്ചിട്ടുള്ള ഒരു മനുഷ്യായുസില് ഒരു മനുഷ്യന് പേറാൻ പറ്റുന്നതിനേക്കാൾ ക്രൂരത അനുഭവിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് ഇവര്. അങ്ങനത്തെ ഒരു സമൂഹം പിന്നെ മറ്റൊരു ജനപദത്തിനോടോ അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യ സമൂഹത്തിനോടോ അതേ ക്രൂരത കാണിക്കുവോ? അത് ഓർമ്മയുള്ള അല്ലെങ്കിൽ അത് അനുഭവിച്ചിട്ടുള്ള മനുഷ്യരെ ഇല്ല. പക്ഷെ ഇവരങ്ങനെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഓർമ്മയൊക്കെ പോയി, അല്ലെങ്കിൽ അത് അനുഭവിച്ച മനുഷ്യരെല്ലാം പോയി. ഇത് അവരുടെ വേറെ തലമുറയാണ്, അവർക്ക് അതില്ല. അത് മാത്രമല്ല ഇസ്രായേലിന് പുറത്തു വരുന്ന വേറെ കുറെ റിപ്പോർട്ടുകളുണ്ട്. അതായത് വെസ്റ്റ് ബാങ്കിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എന്താ പറയാ ഇവരുടെ തന്നെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വീടുകളിൽ അതിക്രമിച്ച് കയറുക, വീട്ടിലുള്ള ആളുകളെ പുറത്താക്കിയിട്ട് ആ വീട് സ്വന്തമാക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നേ. ഇതൊരു ലോങ് ടേം എഫക്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ ഉണ്ടാക്കുമെന്നുള്ള പ്രസ്താവനകളും റിപ്പോർട്ടുകളും വരുന്നുണ്ട്. നെതന്യാഹുവിന്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ടീമുകളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഇന്റേണൽ കയോട്ടിലേക്ക് പോകുന്ന പറയുന്നത്. അപ്പൊ വേറൊരു മനുഷ്യൻ അയാള് ജയിലിൽ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അയാള് ലോകത്തോടും ലോകത്തിലുള്ള ആ സറൗണ്ടിങ്സിലുള്ള മനുഷ്യരോടും അതിമാരകമായിട്ടുള്ള ക്രൂരത പ്രവർത്തിക്കുക. അപ്പോഴാണ് ഈ ഒരു പ്രസ്താവനയും കൂടെ വരുന്നേ എന്നുള്ളതാണ്. ഞാൻ മനുഷ്യർ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല. അന്താരാഷ്ട്ര സമൂഹം എന്താ പറയാ അണ്ണാക്കില് പഴം കുത്തിക്കയറ്റി നോക്കി നിൽക്കുകയാണ് യഥാർത്ഥത്തില്. ഹമാസിന്റെ കയ്യിൽ നിന്നും ആയുധം താഴെ വെപ്പിച്ച് ഒരു ഇന്റർനാഷണൽ സമൂഹം ഓൾറെഡി ആരൊക്കെയാണ് ആ ഒരു കമ്മിറ്റിയിൽ ഉള്ളത് എന്നുള്ളത് അറിയാം. അപ്പൊ അത് ഫോം ചെയ്ത് അതിന്റെ കൺട്രോൾ ഏറ്റെടുത്ത് ആ മനുഷ്യർക്ക് അവിടെ സമാധാനം കൊടുക്കുക എന്നുള്ളതാണ്. അത് ഹമാസിനെ കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചിട്ടാണ് ആ സമാധാനം ആ മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റുന്നത് എങ്കിൽ, ആ മനുഷ്യർക്ക് ആ സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് ലോകത്ത് സംഭവിക്കില്ല എന്നുള്ളതാണ് ബുദ്ധിയുള്ള മനുഷ്യർക്ക് മനസ്സിലാവുക. കാരണം ആ റീജിയൻ മൊത്തത്തില് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു സ്വപ്നത്തിലേക്ക് കൊണ്ടുവരിക, അതിനുവേണ്ടി എന്ത് ക്രൂരതയും പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും കാണുകയും ചെയ്യേണ്ടത് എന്നുള്ളതാണ്.